മമ്മൂട്ടി എമ്പുരാനിൽ അഭിനയിച്ചാൽ നന്നായിരുന്നേനെ. അദ്ദേഹം ആ റോള് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്, വിവരമില്ലായ്മയാണ്. ബ്രോഡാഡിയിൽ മമ്മൂക്കയായി പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത് രാജുവിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു നല്ല പടം തീർച്ചയായും രാജു സംവിധാനം ചെയ്യുന്നതായിട്ട് വരും. അതിഗംഭീരമായ ഒരു പടമായിട്ടാണ് അത് ചിത്രീകരിച്ചുകൊണ്ട് വരുന്നത് പല സ്ഥലങ്ങളിലായിട്ട്. ടർബോ, അതിനകത്തൊരു അവസരം നഷ്ടപ്പെട്ടതിൽ ഇന്നും എനിക്കൊരു വിഷമമുണ്ട്. നമസ്കാരം. ഞാൻ ഇനി ഒരു ചെറിയ കാര്യത്തിനെക്കുറിച്ചൊന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ കുറേ ആയി ഫോണിൽ ഇങ്ങനെ മെസ്സേജസ് വരുന്നു. പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു ആൻറ്റി, ഇങ്ങനെ ബ്രോഡാഡിയിൽ ആദ്യം മമ്മൂട്ടി സാറിനെ വിളിക്കാനായിരുന്നു പരിപാടി എന്നൊക്കെയുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഞാനും രാജു പറഞ്ഞുള്ള അറിവേ എനിക്കറിയുള്ളൂ. എനിക്കിപ്പം മമ്മൂട്ടി ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞാൽ, കാരണം പിന്നീട് ഇതുപോലെ പലരും പറയുന്നത് കേട്ടോണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ കോട്ടയം കുഞ്ഞച്ഛനൊക്കെ അറിയാമല്ലോ, സുഹോട്ടനും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചപ്പോൾ ഈ അവിടെ കാഞ്ഞിരപ്പള്ളി ഒരു അച്ചായൻ്റെ ഒരു രൂപത്തിൽ പിന്നെ മമ്മൂട്ടി എൻ്റെ പ്രധാന കഥാപാത്രം ചെയ്യുകയും അവിടെ ആ കുടുംബത്തിലെ ഒരു കഥ പോലെ വരണമായിരുന്നു എന്നൊക്കെയുള്ളത് പൃഥ്വിരാജിൻ്റെ വർത്തമാനത്തിൽ നിന്നാണ് ഞാനും മനസ്സിലാക്കിയത്. അല്ലാതെ ഒരു ഒഫീഷ്യലായിട്ട് എനിക്ക് അങ്ങനെ മമ്മൂട്ടി പറഞ്ഞെന്ന് അതെനിക്കറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ അറിയില്ല. പിന്നെ ഒരു അച്ചായൻ, ഒരു ജുബ്ബയൊക്കെ ഇട്ട് അച്ചായൻ കൈയൊക്കെ തെറുത്ത് കയറ്റി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ മമ്മൂട്ടി അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്നത് ഓർമ്മ വരും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മമ്മൂട്ടിയോട് ഒരുപാട് ഇഷ്ടമുള്ള പ്രേക്ഷകരില്ലേ, അവരൊരു അയ്യോ മമ്മൂക്ക അത് തന്നെ മമ്മൂക്കയുടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞല്ല, അതിപ്പോൾ ഇതല്ലെങ്കിൽ വേറൊന്ന് വരും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ബ്രോഡാഡിയിൽ മമ്മൂക്കയായി പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത് രാജുവിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലാതെ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അറിയാൻ വയ്യാത്ത കാര്യത്തിനെക്കുറിച്ച് ഒരുപാട് കയറി പറയാനും ഒക്കത്തില്ല. പിന്നെ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വേഷം എന്ന് പറയേണ്ട കാര്യം എന്തോ, കാഞ്ഞിരപ്പള്ളി അച്ചായനോ ഇനി മറ്റേ ദുബായിലെ താരാദാസോ എന്ത് കൊടുത്താലും അവർക്കെല്ലാം വെറുതെ ദുഷ്പ്രയാസം ചെയ്യാതെ, കാരണം അത്രയ്ക്കുള്ള എക്സ്പീരിയൻസ് ആയിപ്പോയി. ഈ പറയുന്ന പോലെ എന്താണ് സാർ ക്യാരക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഇത് പറഞ്ഞാൽ മതി, ബാക്കി അത് അവർ ചെയ്യും. ഒരുപാട് ഇംപ്രവൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈവൻ ഡയലോഗ് പോലും ആ സീനിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് കുറച്ചൊക്കെ നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് കയ്യിൽ നിന്ന് പറയാനുള്ള ഭാഷാജ്ഞാനമുണ്ട്. അത് ഈ ഭാഷാജ്ഞാനം എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ അടുത്ത കാലത്ത് ഞാനൊരു സീരിയലിൽ അഭിനയിച്ചു. നമ്മുടെ ഒരു തമാശ സൂസു എന്നൊക്കെ അറിയാം, സുഹാസിനി. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഞാനും എൻ്റെ ജോലിക്കാരനും ഒക്കെ ആയിട്ടുള്ള സീൻ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ചൊക്കെ കയ്യിൽ നിന്നിടും. പക്ഷെ ആ കയ്യിൽ നിന്നിടുമ്പോൾ എന്താണ് ആ കണ്ടൻറ്റ്, ആ സീനിൻ്റെ എന്താണ് സന്ദർഭം എന്നൊക്കെ നോക്കിയിട്ടിടണം. അല്ലാതെ മല്ലികാനി കയ്യിൽ നിന്നിട്ട് പറയുന്നല്ലോ പിന്നെ ഞങ്ങൾക്കൂടെ പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അത് സംഗതി കഥ മാറിപ്പോകരുത്. അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാനത് പറയാം. അതുകൊണ്ടാണ് ഞാൻ സന്ദർഭത്തിനനുസരിച്ച് അതൊക്കെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ആരാണ്ടോ പറഞ്ഞതിനോട് മലയാള സിനിമയുടെ എൻസൈക്ലോപീഡിയ പോലെ നിൽക്കുന്ന രണ്ട് പേർക്ക് ആര് പറഞ്ഞു കൊടുക്കണമെന്ന് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി അച്ചായനായാലും ശരി, വക്കീലായാലും ശരി, എത്ര കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കുകയും അതിലൂടെ മലയാളം അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഭാഷ ചിത്രമായിട്ട് മലയാളത്തിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത ഒരാളിനോട് നമ്മൾ അദ്ദേഹം ആ റോള് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്, വിവരമില്ലായ്മയാണ്. അപ്പോൾ അത് ഈ കുഞ്ഞച്ഛൻ്റെ ഒരു ഓർമ്മ എനിക്കും കിടപ്പുണ്ട്. കാരണം അത് സുഹോട്ടനും കോട്ടയം കുഞ്ഞച്ഛൻ എന്നൊക്കെ അതിന് ശേഷം മമ്മൂട്ടി അതിൻ്റെ രണ്ടാം ഭാഗത്തിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളിൽ അഭിനയിക്കാനായിട്ടൊരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നത് രാജു പറഞ്ഞപ്പോഴാണ്. പക്ഷേ തീർച്ചയായും ഞാൻ ഉറച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നു, മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു നല്ല പടം തീർച്ചയായിട്ടും രാജു സംവിധാനം ചെയ്യുന്നതായിട്ട് വരും. ഇനി അതിനകത്ത് മോഹൻലാലും കൂടെ അഭിനയിച്ചാൽ അതിലേറെ നല്ലത്. അവർ രണ്ടുപേരും വലിയ അടുപ്പക്കാരുമാണ്. അപ്പോൾ എങ്ങനെ ആയാലും ശരി അങ്ങനെ ഒരു ചിത്രം കൂടി വരണം എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണ്. ഞാൻ അതിന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അത് മമ്മൂട്ടി ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതുപോലെ സഹകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനുള്ള ഒരവസരം എത്രയും വേഗം ഭഗവാൻ രാജുവിന് കൊണ്ട് കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ എൻ്റെ മോനോടൊരു കാര്യം പറയാനുള്ളത്, ഒരു 3-4 പടം ഇങ്ങനെ വെയിറ്റിങ്ങിൽ കിടപ്പുണ്ട് കുറച്ച് കാലമായിട്ട്.
അപ്പോൾ ഞാൻ എപ്പോഴും പറയാം, മക്കളെ അതൊക്കെ ഒന്ന് തീർത്ത് കൊടുക്കുക. കാരണം അവർ അത് ശബരിലമ്മേ ഇത് എമ്പുരാനും കൂടെ റിലീസ് ചെയ്താൽ ഇനി ആ പടങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് തീർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മക്കളല്ലേ എന്നെക്കാട്ടിൽ നന്നായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ അവരുടേതായ ആ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൻ്റെ ഒരു കഴിവും ബുദ്ധിയും ഒക്കെ അവർക്കുണ്ട്. ഞാൻ കിടന്നുകൊണ്ട് ചുമ്മാതെ പറഞ്ഞൊരു ശത്രുവാദിക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം അമ്മാതിരി ചർച്ചകളിലേക്ക് ഞാൻ കിടക്കാറില്ല. ഏതായാലും ശരി, മമ്മൂട്ടി എമ്പുരാനിൽ ഈ ബ്രോഡാഡിയിൽ അഭിനയിച്ചാൽ നന്നായിരുന്നേനെ. കാരണം അപ്പം ഞാൻ മമ്മൂട്ടിയുടെ അമ്മയാകുമായിരുന്നു. എനിക്ക് ആ ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച്, എനിക്ക് മറ്റേ ആ പടത്തിൻ്റെ പേരെന്തുമായിരുന്നു, ടർബോ. അതിനകത്തൊരു അവസരം നഷ്ടപ്പെട്ടതിൽ ഇന്നും എനിക്കൊരു വിഷമമുണ്ട്. കാരണം ആ സമയത്ത് എൻ്റെ ഈ കാലിൻ്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് പേടിച്ചു പോയി. പക്ഷേ എൻ്റെ സഹോദരൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പേടിക്കത്തക്ക ഒന്നുമില്ലായിരുന്നു. അതൊക്കെ മാറി ആസ്റ്ററിലെ ഡോക്ടർമാരൊന്നടങ്കം കൂടെ നിന്ന് ആരോഗ്യവതിയായിട്ട് വീട്ടിലേക്ക് അയച്ചു. അതും ഈശ്വരാധീനം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ശരി, ഇനി എത്രയും വേഗം ഏതെങ്കിലും ഒരു പടത്തിൽ മമ്മൂട്ടിയുടെ അമ്മയായിട്ടും കൂടെ അഭിനയിച്ചാൽ അതൊരു 10-75 വയസ്സ് വരെയൊക്കെ പോവുള്ളൂ. അതൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു അവശതയൊക്കെ വരുമായിരിക്കും. എന്താണ് ഇപ്പം കഷ്ടിച്ചൊക്കെ നമ്മളിങ്ങനെ വണ്ടി ഓടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ആശുപത്രിയിലൊക്കെ പോയത് സർവീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ഏതായാലും എല്ലാ അനുഗ്രഹങ്ങളും ദൈവാധീനവും മമ്മൂട്ടിക്കും ഉണ്ടാവട്ടെ. ഇനിയിപ്പോൾ എമ്പുരാൻ്റെ റിലീസൊക്കെ കഴിഞ്ഞ് അടുത്ത് തന്നെ അങ്ങനെ ഒരു പടം കൂടി വരാനും അത് കാണാനും എനിക്കും കൂടെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിലൊരു വലിയ ഒരു സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടൊരു സന്തോഷവർത്താനം അറിയിക്കുകയാണ്. പൃഥ്വിരാജ് ഇപ്പോൾ രാജമൗലി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോസ്റ്റ് കണ്ടുകൊണ്ട് ഒരുപാട് പേര് എനിക്കിങ്ങനെ മെസ്സേജുകൾ ഇപ്പോഴും കിടപ്പുണ്ട് അതിനകത്ത്. അത് നിങ്ങളെപ്പോലെ തന്നെ അഭിമാനപുരസ്സരം ഞാനത് വാസ്തവത്തിൽ വായിച്ച് സന്തോഷിച്ച ഒരമ്മയാണ്. കാരണം രാജമൗലി സാറിൻ്റെ പടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ ബജറ്റ് വെച്ച് മാത്രമല്ല പടത്തിനെ അളക്കുന്നത്. അത് തെറ്റാണ് കേട്ടോ. ഇത്ര കോടി ആയാൽ ഇങ്ങനെ ആ കോടിയുടെ ഫലവും കൂടെ സിനിമയ്ക്കകത്ത് കാണണം. അതിൻ്റെ ആ ഒരു അത്രയും ചിലവാക്കിയെടുത്തൊരു പടമാണ്, അതാരും പറയാതെ കണ്ടാലറിയാം എന്നും പറയണം. അപ്പോൾ അതുകൊണ്ട് അതുപോലെയൊക്കെയുള്ള വൻകിട ചിത്രങ്ങൾ എടുത്ത് ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ സംവിധായകരുടെ കൂട്ടത്തിലൊക്കെ അഭിനയിക്കാൻ പൃഥ്വിരാജിനെ ക്ഷണിച്ചു, അല്ലെങ്കിൽ പൃഥ്വിരാജിന് ഒരു അവസരം കൊടുത്തു എന്നൊക്കെ പറയുന്നത് പൃഥ്വിരാജിൻ്റെ ഒരു ഈശ്വരാധീനവും അവൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു ഒരു റിവാർഡും കൂടിയാണ്, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ് അതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സന്തോഷമില്ലാതിരിക്കുമോ? അവനെ സ്നേഹിക്കുന്ന എത്രയോ പേര് അനുമോദിച്ചുകൊണ്ട് മെസ്സേജുകൾ അയക്കുന്നു, എനിക്ക് അയക്കുന്നു. ചേട്ടനെ കിട്ടത്തില്ല, ചേട്ടൻ എൻ്റെ മെസ്സേജ് കണ്ടിട്ടില്ല, അമ്മ പറയണേന്ന് പറഞ്ഞ് അയക്കാറുണ്ട്. അപ്പം ഞാൻ എല്ലാവരോടും പറയാതെ എനിക്ക് പറയാൻ കിട്ടാറില്ലെങ്കിലും ഞാൻ പക്ഷേ പറയാം മോനെ എന്ന് ഞാൻ പറയാറുമുണ്ട്. അപ്പോൾ എന്നീ പറഞ്ഞിട്ട് അതിപ്പോൾ ആരുടെയും കുറ്റമല്ല. രാജു ഏതാണ്ട് ശരിക്കും ഉറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 8-10 മാസമായി കാണും. ലോകം മുഴുവനും ഇങ്ങനെ കറങ്ങി നടക്കുകയല്ലായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കുന്നു. അതിഗംഭീരമായ ഒരു പടമായിട്ടാണ് അത് ചിത്രീകരിച്ചുകൊണ്ട് വരുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ ചിത്രീകരണം നടക്കുന്നു. വലിയ വലിയ സെറ്റുകളും കാര്യങ്ങളൊക്കെ. ഈ വർണ്ണനകളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ചിലതൊക്കെ വൈകിട്ട് എപ്പോഴെങ്കിലും രാജു വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ മോനും പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ കുറച്ച് പേരുടെയെങ്കിലും ഉള്ളിൽ അയ്യോ പാവം വലിയ ചേച്ചി മോൻ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു ഭാഗത്ത് ചീത്തവിളി അത് നടക്കും. അതാണല്ലോ സുഖ ദുഃഖ സമ്മിശ്രം ജീവിതം എന്ന് പറയുന്ന പോലെ ചീത്തയും നല്ലതും എല്ലാം കേൾക്കണം. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിലൊന്നും എനിക്ക് ആരോടും പരാതിയൊന്നുമില്ല. ട്രോൾ ചെയ്യാനും ട്രോളിയില്ലെങ്കിലും ചില ട്രോളുകൾ എനിക്ക് ഗുണമായിട്ട് വന്നിട്ടുള്ള കഥയൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. നമ്മളായിട്ട് ജീവിക്കുക അല്ലേ. ഞാനെപ്പോഴും പറയാം, എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാലും ബിഹേവ് യുവർ സെൽഫ്. നീ ആരാണെന്നുള്ളത് നാട്ടുകാർക്കറിയാം എന്നുള്ള വിചാരം നമുക്ക് ആദ്യം ഉണ്ടാവണം. അതിനനുസരിച്ച് പെരുമാറുക. അപ്പോൾ ഞാൻ പെരുമാറേണ്ട രീതിക്ക് ഒരു മാർഗരേഖ ഉണ്ടാവും. അതിനപ്പുറത്ത് ഞാൻ വല്ലതും കാണിക്കുമ്പോഴാണ് കൊള്ളാം, അപ്പോഴാണ് ജനം നമ്മളെ വേറെ തിരുത്തി എഴുതും നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മളായിട്ട് നിൽക്കുക. ഏതായാലും ദൈവം അറിഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു വലിയ അനുഗ്രഹവും വരവുമായിട്ട് ഞാൻ കാണുകയാണ് രാജമൗലി സാറിൻ്റെ പടം എന്നൊക്കെ പറയുന്നത്. ഇനിയൊന്ന് എനിക്ക് നിങ്ങളെ മീഡിയ സഹോദരങ്ങളോടൊന്ന് പറയാനുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എന്തൊക്കെയോ ചില വയലൻസ് വന്നാൽ അത് വന്നാൽ ഇത് എല്ലാം സിനിമാക്കാരൻ്റെ തലയിലോട്ടാണ് വയ്ക്കുന്നത്. സിനിമയിലാണ് വയലൻസ് എന്ന്. എൻ്റെ പൊന്നു മോനെ, ഇത് പറഞ്ഞവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ,
എത്രയോ കൊലപാതകങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു, എത്രയോ പേരെ വണ്ടി ഇടിച്ചു കൊല്ലുന്നു. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണല്ലേ, സ്വന്തം അമ്മയെ കൊല്ലുന്നു, സ്വന്തം ഭാര്യയെ കൊല്ലുന്നു, തൂക്കിയിട്ട് കെട്ടിത്തൂക്കി ഇടുന്നു, അധ്യാപകൻ്റെ കൈ വെട്ടി ദൂരെ എറിയുന്നു, വേറൊരാളിനെ എത്രയോ വെട്ടി കൊണ്ടുവന്ന് പൊതിഞ്ഞ് കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ശവം കൊടുക്കുന്നു. ഇതൊക്കെ സിനിമ കണ്ടിട്ടാണോ? ബുദ്ധിയും വിവരവും ഉള്ള എല്ലാവരും വിചാരിച്ചോണം ഇങ്ങനെയുള്ള തിന്മകളാണ് കഥകളായി സിനിമയിൽ പ്രതിഫലിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ എഴുത്തുകാർക്കൊരു കഥയുണ്ടാക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് എല്ലാം കൂടെ സിനിമാക്കാരുടെ തലേ വയ്ക്കരുത്. സിനിമ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടൊന്നുമല്ല, സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് സിനിമ ഉണ്ടാകുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ മാടത്തരുവി കൊലക്കേസ്, കായംകുളം കൊച്ചുണ്ടി അല്ലേ? എന്തിനാ വീരപാണ്ഡ്യ പുരാണ കഥകൾ തൊട്ട് വീരപാണ്ഡ്യ കട്ടപ്പൊമ്മൻ, വേലിത്തമ്പി തിളവ, അത് കഴിഞ്ഞ് ഭക്തിപ്പടങ്ങൾ ശ്രീ അയ്യപ്പൻ, കുമാരസംഭവം, ഇങ്ങനെയാണ് സിനിമ ഉണ്ടാക്കുന്നത്. അതുപോലത്തെ കഥകളെടുക്കുമ്പോൾ അങ്ങനത്തെ പടങ്ങൾ. ഇപ്പോൾ പണ്ട് സത്യൻ മാഷും രാഗിണിയും കൂടെ ഒരു പടം അഭിനയിച്ചു, ഭാര്യ. നിങ്ങൾക്കറിയാമല്ലോ സണ്ണി കൊലക്കേസ്. ഭാര്യയെ ഞാൻ ആ കുറ്റവാളിയായ സണ്ണിയെ കാണാൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പോയിട്ടുള്ള വ്യക്തിയാണ്. അന്ന് എൻ്റെ കസിനാണ് അവിടെ ജയിലറായിട്ട് ജോലി ചെയ്തത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരാഗ്രഹം, അയ്യോ നല്ല മനുഷ്യൻ, എന്ത് പറ്റിയതാണോ എന്നൊക്കെ ആ ചേട്ടനടക്കം പറഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക്, ചേട്ടൻ അതിനകത്ത് ആ ജയിൽ കോമ്പൗണ്ടിനകത്തായിരുന്നു ക്വാർട്ടേഴ്സ്, പോയപ്പോൾ കണ്ടു. അപ്പോൾ അത് ഈ ഭാര്യ എന്ന് പറയുന്ന സിനിമ അത് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞാൽ വന്നത് സണ്ണി കൊലക്കേസ്. അപ്പോൾ അത് ദൈവത്തെ വിചാരിച്ച് മണ്ടത്തരങ്ങൾ ചുമ്മാ വിളിച്ചു പോരും. അത് പറയാനായിട്ട് ചില ചാനലുണ്ട്, വേറെ വിഷയം കിട്ടിയില്ല, എല്ലാവരും കൂടെ ചുറ്റിനും ഇരുന്ന് ഇതങ്ങ് പറഞ്ഞോളൂ. എന്താണിതൊക്കെ? ഞങ്ങളുടെയൊക്കെ വിചാരം നിങ്ങൾ ഈ മാധ്യമ സുഹൃത്തുക്കളൊക്കെ നല്ല അക്കാഡമിയിലൊക്കെ പോയി പഠിച്ച് ഏത് ശരി ഏത് തെറ്റ് എന്ന് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനും അത് ശരിയായ രീതിയിൽ കണ്ടുപിടിച്ച് അത് നല്ല രീതിയിൽ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിൻ്റെ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും തുടർന്ന് ഇങ്ങനെയുള്ള തെറ്റുകൾക്കൊരു പ്രേരണ വരാതിരിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കലാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളൊരു പടത്തിൽ കയറി അതിനെ അഭിനയിച്ച് ഇച്ചിരി വയലൻസ് വേണ്ട, വയലൻസ് കട്ട് ചെയ്യാനിവിടെ അതിനുള്ള നിയമങ്ങളുണ്ടല്ലോ. അതെല്ലാം കൂടെ സിനിമയ്ക്കകത്തുനിന്നാണ് ഇവിടെ പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നെ, ഈ 2 ദിവസത്തേക്ക് മുമ്പ് ഞാൻ കണ്ടു, സ്കൂളിൽ പഠിക്കുന്ന യൂണിഫോം ഇട്ട പിള്ളേർ ഒരു കെട്ടിടത്തിൻ്റെ പുറകിൽ ചെന്ന് സിഗരറ്റ് വലിക്കുന്നു, പെൺപിള്ളേർ കുഴഞ്ഞ് മറിഞ്ഞ് മരത്തിൻ്റെ മണ്ടയ്ക്ക് കിടക്കുന്നു, താഴെ കിടക്കുന്നു, അങ്ങനെ കിടക്കുന്നു, തൂക്കി വലിച്ചെടുക്കുന്ന പോലീസുകാരനെ തല്ലാൻ പോകുന്നു. ഇതൊക്കെ ഏത് സിനിമയിലുണ്ടെന്നായി പറയുന്നത്? അങ്ങനെയൊന്നും പറയരുത്. തെറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു പ്രധാന പങ്ക് അവനവൻ്റെ വീട്ടിൽ നിന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞു, അത് നമ്മുടെ കുഞ്ഞ് സ്കൂളിൽ പോയാൽ ആഴ്ചയിൽ ഒരു ദിവസം വിളിച്ച് ചോദിക്കുക അവൻ എങ്ങനെയുണ്ട്, അവൻ ക്ലാസ്സിൽ മിടുക്കനാണോ, ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ടോ, പരീക്ഷയിൽ എങ്ങനെയാണ്, ഇതൊക്കെ ചോദിക്കണം. അതൊന്നും അന്വേഷിക്കാതെ വീട്ടിൽ അച്ഛൻ അച്ഛൻ്റെ വഴി, അമ്മ അമ്മയുടെ വഴി, കൊച്ചൻ കൊച്ചൻ്റെ വഴി, എന്നിട്ട് ഇതെല്ലാം കൂടെ സിനിമാക്കാരുടെ തലമുണ്ടേ കൊണ്ട് വയ്ക്കരുത്. ഇല്ല, ഞങ്ങളുമൊക്കെ മക്കളെ വളർത്തിയിട്ടുണ്ട്. ഒരുപാട് സിനിമാക്കാരുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഡിഗ്രി എടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടുന്ന് തുടങ്ങണം, ബാലപാഠം തുടങ്ങേണ്ടത് സ്വന്തം വീട്ടിൽ നിന്ന്. അത് കുറേ കൂടെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് കലാലയങ്ങളിലും സ്കൂളുകളിലുമൊക്കെ അധ്യാപകരുടെ ജോലിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സമൂഹത്തിലോട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ ഈ വന്ന വഴിയിൽ എവിടേക്കോ ആ കുഞ്ഞിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. സ്നേഹക്കുറവോ അല്ലെങ്കിൽ അധ്യാപകരുടെ ശ്രദ്ധക്കുറവോ ആ കുട്ടിയുടെ പഠിത്തത്തിൻ്റെ രീതി അതാത് സമയങ്ങളിൽ രക്ഷകർത്താക്കളെ അറിയിക്കാതിരിക്കുന്നതോ, ഇതെല്ലാം അതിന് കാരണങ്ങളാണ്. അതൊക്കെ എന്താ പറയാത്തത്? നിങ്ങൾ മീഡിയ ഇല്ലേ, ഉള്ളതുപോലെയാണ് എഴുതുന്നത്? അല്ലല്ലോ, കുറച്ചൊക്കെ ഒരു പഠിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് ആരുടെ ചാനൽ ഏറ്റവും കൂടുതൽ കാണും എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കില്ലേ? ഉണ്ട്. അതിനല്ലേ ചുമ്മാ കടിച്ചു വിടുന്നത്. ഒരു ചെറിയ ജലദോഷം വന്നാൽ മതി, ഇവിടെ ഭയങ്കര ദീനമാണെന്നും പറഞ്ഞ് എത്ര പേരെ യേശുദാസ് തൊട്ട് യേശുദാസ്, മോഹൻലാലും, മമ്മൂട്ടി, ഇവർ സർവത്ര രോഗികളാണെന്നാണ് പറഞ്ഞത്. എൻ്റെ പൊന്ന് ദൈവമേ, അവരൊക്കെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പിന്നെ 10, 80, 90 വയസ്സൊക്കെ ആകുമ്പം എല്ലാവരും എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് പോകും. ഈ മാധ്യമ സുഹൃത്തുക്കളും പോകും, മറക്കല്ലേ. ഇപ്പോൾ ചെറുപ്പമായുണ്ടായി ഈ ചോരത്തിളപ്പിൽ നിങ്ങളിങ്ങനെയൊക്കെ ഇരുന്ന് എഴുതുന്നത്, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും പോകും വയസ്സാകുമ്പം. പക്ഷേ ഞങ്ങളുടെയൊക്കെ കൂടെ പോകുന്നിടം വരെ ആരെങ്കിലും കാണും. കാരണം ഞങ്ങളാരും വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ വളരെ മാന്യമായിട്ട് സഭ്യമായ ഭാഷയിൽ എല്ലാവരോടും ഞാൻ അറിയിക്കുന്ന ഒരാളെ, ഇതൊന്ന് അറിഞ്ഞിരിക്കണം സാർ എന്ന് പറയുന്ന ആളാണ്. അല്ലാതെ നിങ്ങൾ നാളെ ഇറങ്ങി തിരുത്തിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഏത് സർക്കാർ വന്നാലും എല്ലാവർക്കും അവരവരുടേതായ തെറ്റുകളുണ്ട്. അത് മനസ്സിലാക്കി ജനത്തിൻ്റെ മുമ്പിൽ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയാൽ ആയുഷ്കാലം നിങ്ങൾക്ക് ഈ നല്ല സംസ്ഥാനമാണ് കേരളം ഭരിക്കാം. ഇവിടെ കുറച്ച് വിവരമുണ്ട്. ഈ സാക്ഷരത എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ, അത് ചുമ്മാ പേര് ഏതാ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ 100% സാക്ഷരതയാന്ന് പറയാം. അതൊക്കെ ചുമ്മാ, അത്രയൊന്നുമില്ല.
പിന്നെ അത്യാവശ്യം വിവരം കുറച്ചുള്ളവരുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് സിനിമാക്കാരൻ്റെ മെക്കിട്ട് കയറാതെ കാര്യങ്ങൾ കുറച്ചുകൂടെ പഠിച്ച് മനസ്സിലാക്കി എഴുതുകയും വായിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും മൈക്കിലൂടെ ഘോരഘോരം പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പം ഒന്ന് മനസ്സിലാക്കിയിട്ട് പറയുക. അതും ഒരു വിനീതമായ അപേക്ഷ.